അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ ഇതുമൂന്ന് സ്കൂളിലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ എഴുന്നേറ്റത്. എൻ്റെ ഹസ്ബൻഡ് വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. മൂപ്പരാണെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ വണ്ടി വർക്ക്ഷോപ്പിലാണ്, അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കി അതിൻ്റെ എന്തായി വിവരങ്ങൾ, പണി എന്തായി എന്നൊക്കെ അറിയാൻ ഞാൻ മൂപ്പർക്ക് ഉറക്കം അങ്ങോട്ട് മുറുകൂല. അപ്പോൾ ഇന്നെ വിളിച്ചുകൊണ്ടിട്ട് ഞാനൊന്ന് പോയി വരാം കേട്ടോ, ഈ ഒരു കിടക്കണമെങ്കിൽ കിടന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഇനി ചിലപ്പോൾ പോയി അവിടുത്തെ അതിൻ്റെ പണി നോക്കി നിന്ന് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ എന്തെങ്കിലും കഴിച്ച് പോയിക്കോട്ടെ. ഞാനാണെങ്കിൽ ദോശക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. വേഗം അത് 2 ദോശ നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടെടുത്ത് നല്ലൊരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയെടുത്തു. അത് കഴിപ്പിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. അപ്പോൾ പോയപ്പോൾ പിന്നെ മക്കളൊന്നും എഴുന്നേറ്റിട്ടുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ കരുതി മുറ്റത്തൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന്. പെരുന്നാളിൻ്റെ അന്ന് ഒന്ന് അടിച്ചു വാരിയതാണ് മുറ്റം കേട്ടോ. അപ്പോൾ അവിടെ കച്ചറൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എന്താ വെച്ചാൽ ഈ കാർ ഇങ്ങനെ ഇവിടെ വെക്കണതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് ചൂല് അങ്ങോട്ട് വല്ലാതെ എത്തൂലല്ലോ. പിന്നെ കാറ് വെച്ചിട്ട് ആ ഒരു സൈഡിൽ നടക്കാനുള്ള വഴിയുള്ളതുകൊണ്ട് നമ്മൾ ആ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ അടിച്ചു വാരും കേട്ടോ. പക്ഷേ ആ കാറ് നിൽക്കണ ആ ഭാഗം നമുക്ക് അടിച്ചു വരാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി ഏതായാലും ഇപ്പോൾ വണ്ടി ഇല്ലല്ലോ, വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ ഒന്ന് നനച്ച് ഒന്ന് അടിച്ചു വാരാമെന്ന് കരുതി. അപ്പോൾ അവിടെ മാത്രം ഒന്ന് വാരാമെന്ന് വിചാരിച്ചു. പിന്നെ അടിച്ചു വാരി എല്ലായിടത്തും അങ്ങോട്ട് എത്തി കേട്ടോ. എന്നെ ഒന്നമ്മ അവിടെ ഒന്നുമില്ല, ചെറിയ കാര്യങ്ങളൊന്നും ഇല്ല. മിരിങ്ങൻ്റെ ഇല ഇങ്ങനെ കൊഴിഞ്ഞാൽ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ ഒരു ഓസ് പിന്നെ മുൻഭാഗത്ത് ഇങ്ങനെ കുറച്ച് പച്ചമുളകും ചീരൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട് മൂപ്പര് കേട്ടോ. അപ്പോൾ അത് നനക്കാൻ വേണ്ടിയിട്ട് അവിടെ കുത്തിവെച്ചതായിരുന്നു. അത് അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ മുറ്റം പൊടി പാറാതെ നനക്കാനൊക്കെ സുഖം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നനച്ച് ചെറുതായിട്ടൊന്ന് നനച്ച്. പിന്നെ ഇതും ഒരു ചെരുപ്പാണ് അവിടെ ഒന്നായിട്ട് മുന്നിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തേക്ക് ഓരോ പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഓരോ ചെരുപ്പിട്ട് കണ്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ സിറ്റ് ഔട്ടിക്ക് ഉള്ളിലേക്ക് വെക്കാനുള്ള ചെരുപ്പുകളൊക്കെ, പുതിയ ചെരുപ്പുകളൊക്കെ സിറ്റ് ഔട്ടൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ അരുക്ക് വെച്ച് അവിടേക്ക് ഒന്ന് അടിച്ചു വാരിതാ ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഈ ഭാഗത്തേക്ക് കൂട്ടിയിട്ട് അങ്ങോട്ട് എല്ലാം അപ്പുറത്തേക്ക് വാരിയിട്ടു കേട്ടോ. മുരിങ്ങൻ്റെ ചെറിയ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിതാ അടുക്കള ഭാഗത്തു കൂടെ അങ്ങോട്ട് കയ്യും മുഖമൊക്കെ കഴുകി. പിന്നെ ഇതാ ഞാൻ തലേന്ന് രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടോ. ഇനിയിപ്പം കറി എന്തെങ്കിലും ഉണ്ടാക്കണോ ദോശയ്ക്ക് എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം മൂപ്പര് ഫുഡ് അയച്ച് പോയി. ഇനിയിപ്പോൾ ഒരു 11-11:30 ആവും എത്താനായിട്ട്. അപ്പോൾ ഈ വന്നിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കലുണ്ടാവില്ല, ഇനിയിപ്പോൾ ലഞ്ചേ കഴിക്കലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കൾക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അവരൊക്കെ എണീക്കട്ടെ എന്ന് കരുതി. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഐറൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആ മോള് പല്ലും മുഖമൊക്കെ കഴുകി വന്നിരിപ്പുണ്ട്. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത്. മൂപ്പരോട് ഞാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐറൂസിൻ്റെ പാൽപ്പൊടി കഴിഞ്ഞു കേട്ടോ. അവന് പാൽ കൊടുക്കാൻ എനിക്ക് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട്. അവന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ അവന് നീ ചായ കിട്ടിയാലും മതി, പക്ഷേ എനിക്ക് ആ പാലങ്ങോട്ട് കൊടുക്കാഞ്ഞാൽ എനിക്കും മോളൂനും അതൊരു ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ കിട്ടിയ പാടെ ഞാൻ വേഗം ഒരു ഗ്ലാസ് പാലൊക്കെ ഉണ്ടാക്കി അവനെ ഇരുത്തത്തിലായിട്ട് കുടിപ്പിച്ചു. പിന്നെ ഒരു തട്ടിക്കൂട്ട് മുളക് പൊടി ഇടാതെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടാക്കി മക്കൾക്ക് കിട്ടോ. പിന്നെ ദോശയൊക്കെ ചുട്ട് അവർക്ക് കൊടുത്തു.